സന്തോഷത്തോടെ ഹല്ലേലൂയ, മനസ്സുറന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കഴിഞ്ഞ കുറച്ച് സമയം നമ്മൾ കേട്ടത് കണ്ണുകൾ ഉയർത്തി ദൈവത്തിങ്കിലേക്ക് നോക്കി, പ്രശ്നങ്ങളിൽ നിന്ന് കണ്ണുകളെടുത്ത് ദൈവസ്ഥനിലേക്ക് നോക്കി അനുഗ്രഹം പ്രാപിക്കുന്നതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. എങ്ങനെയാണ് അനുഗ്രഹം പ്രാപിക്കുന്നത് എന്നാണ് തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ കേൾക്കാനായിട്ട് പരിശ്രമിക്കുക ചുരുങ്ങിയ സമയത്ത്. അത് പുറപ്പാടിന്റെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ തിരുവചനത്തിൽ എങ്ങനെയാണ് ഒരു വ്യക്തി അനുഗ്രഹം പ്രാപിക്കുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിന്റെ പേര് ബഹുമാനപ്പെട്ട വട്ടാരച്ചൻ ആദ്യം സൂചിപ്പിച്ചു, റാഫ യഹോവ. ഉറക്കെ പറഞ്ഞത് എന്താണ് വാക്കിന്റെ അർത്ഥം? ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ തിരുവചനത്തിൽ എങ്ങനെയാണ് ഒരു വ്യക്തി സൗഖ്യം പ്രാപിക്കുന്നത്, എങ്ങനെയാണ് ഒരു വ്യക്തി അനുഗ്രഹം പ്രാപിക്കുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ തിരുവചനം, അവിടുന്ന് അരുളി ചെയ്തു, നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ശരിയായത് പ്രവർത്തിക്കുകയും ചെയ്താൽ ഈജിപ്തുകാരുടെ മേൽ വന്ന ഒരനർത്ഥവും നിങ്ങളുടെ മേൽ വരികയില്ല, ഒരു മഹാമാരിയും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. റാഫ യഹോവ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഹല്ലേലൂയ. അപ്പോൾ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, അനർത്ഥം വരാതിരിക്കണമെങ്കിൽ, സൗഖ്യം പ്രാപിക്കണമെങ്കിൽ, കൃപ ലഭിക്കണമെങ്കിൽ ഒരു ദൈവപൈതൽ ചെയ്യുന്ന 2 കാര്യങ്ങൾ ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ്, എന്റെ സ്വരം നീ ശ്രദ്ധാപൂർവം ശ്രവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ കാര്യം എന്താണ്? ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം, ഈ വചനം കേട്ടിട്ട്, ഈ സ്വരം കേട്ടിട്ട് അവിടുത്തെ ദൃഷ്ടിയിൽ, ദൈവത്തിന്റെ കണ്ണിൽ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നീ ശരിയായത് പ്രവർത്തിക്കണം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം എന്താണ്? ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കണം. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ ദൈവം പറയാണ്, ഒരനർത്ഥവും നിന്റെ ദേശത്തോ നിന്റെ കുടുംബത്തോ നിന്റെ വ്യക്തി ജീവിതത്തിലോ ഉണ്ടാവുകയില്ല, മറിച്ച് ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനത്തിന് പിൻപിലും ദൈവത്തിന്റെ ശക്തമായ ഇടപെടലും ദൈവത്തിന്റെ ശക്തമായ പ്രവർത്തനവുമുണ്ട്. ഹല്ലേലൂയ. ഇത് അച്ഛന് മനസ്സിലായ ഒരു സംഭവം. അച്ഛൻ സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത്, വടബാദർ സെമിനാരിയിൽ ഫിലോസഫി അതിന്റെ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ബൈബിൾ വായിച്ചപ്പോൾ ദൈവം ഒരു ആത്മീയ പ്രേരണ തന്നു, ഒരു വിഷയം തന്നു. ഒരു വിഷയം ഇതായിരുന്നു, അനുഗ്രഹങ്ങളിൽ മതിമറന്ന് ദൈവത്തെ മറക്കരുത്. അങ്ങനെ വിഷയം ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ആത്മീയ പ്രേരണ കിട്ടും. കാരണം ആത്മാവും ജീവനുമാണ് ദൈവത്തിന്റെ വചനം. അങ്ങനെ ഒരു വിഷയം ദൈവം വെളിപ്പെടുത്തി തന്നോ, അനുഗ്രഹങ്ങളിൽ മതിമറന്ന് ദൈവത്തെ മറക്കരുത്. ഞാൻ അതിനെക്കുറിച്ച് ധ്യാനിച്ചു. എൻ്റെ ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ നന്ദി പറഞ്ഞു. അതിനുശേഷം ഞാൻ ഈ വിഷയം നന്നായിട്ട് ഒഴുങ്ങി. തുടർന്ന് 2-3 ദിവസങ്ങളിൽ ബൈബിൾ വായനയുടെ സമയത്ത് ശരിക്കും ബൈബിൾ വായിച്ച് ഈ വിഷയം നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങി. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ആരോടോ പ്രഘോഷിക്കാനും പറയാനും വേണ്ടിയിട്ടാണ്. ഒന്ന്, എൻ്റെ ജീവിതത്തിൽ പ്രഘോഷിക്കപ്പെടണം. 2, എവിടെയോ പ്രഘോഷിക്കപ്പെടാൻ വേണ്ടിയാണ് ദൈവം ഈ വചനം തന്നതെന്ന് അച്ഛന് ബോധ്യം കിട്ടി. തുടർന്ന് ഞാൻ ഫസ്റ്റ് ഇയർ ഒക്കെ നന്നായിട്ട് ഒരുങ്ങി. അവധിക്കാലത്ത് വന്നു. സയ്യോൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന ക്രിസ്ത്യൻ ശുശ്രൂഷകൾക്കും പല ശുശ്രൂഷകൾ സഹായിച്ചു. പക്ഷെ അന്നൊന്നും ഈ വചനം, ഈ വിഷയം എവിടെയും പറയേണ്ട അവസരം ഉണ്ടായില്ല. വീണ്ടും സെക്കൻഡ് ഇയർ അവധിക്കാലത്ത് വന്നു. അന്നും പലവിധ ശുശ്രൂഷ ചെയ്തു. പക്ഷെ ഈ വിഷയം അവതരിപ്പിക്കേണ്ട അവസ്ഥ വന്നില്ല. വീണ്ടും തേർഡ് ഇയർ 3-ാം വർഷത്തെ പഠനം കഴിഞ്ഞ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ എനിക്ക് സയ്യോൻ ധ്യാനകേന്ദ്രത്തിൽ ആദ്യമായിട്ട് റീജൻസ് കിട്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ റീജൻസിക്ക് വേണ്ടി അച്ഛൻ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട വട്ടാരച്ചനാണല്ലോ ഇവിടെ ധ്യാനകേന്ദ്രം ഡയറക്ടർ അച്ഛൻ എന്നോട് പറഞ്ഞു, ബ്രദർ ഒരു കാര്യം ചെയ്യ്, ഒരാഴ്ചക്കാലം ഇവിടെ നിന്ന് ഈ ധ്യാനകേന്ദ്രത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ഇവിടെ താമസിച്ചുള്ള ധ്യാനങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടു മനസ്സിലാക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. എനിക്ക് നല്ല സന്തോഷമായി. ആദ്യത്തെ ഒരാഴ്ച വന്ന് ഇവിടെ നിന്ന് കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കിയാൽ മതി. നല്ല സന്തോഷത്തിൽ ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ആ ആദ്യത്തെ ആഴ്ചയിൽ ഇങ്ങനെ കണ്ടു മനസ്സിലാക്കാൻ അച്ഛൻ പറഞ്ഞെങ്കിലും പിറ്റേ ദിവസം അച്ഛൻ വിളിച്ച് വേറൊരു കാര്യം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ബ്രദർ ഇപ്പോൾ ഇവിടെ കണ്ടു മനസ്സിലാക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ മംഗൾഡാം എന്ന് പറയുന്ന പള്ളിയിൽ ധ്യാനം തുടങ്ങുകയാണ്. ആ ധ്യാനത്തിന് എൻ്റെ ഒപ്പം വരിക. എന്നിട്ട് മംഗൾഡാമിൽ ഒരു ഇടവക ധ്യാനം എങ്ങനെയാണ് നടത്തുന്നത് കണ്ടുപഠിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ.
അപ്പോൾ എനിക്ക് വീണ്ടും സന്തോഷം, അച്ഛൻ്റെ ഒപ്പം പോകാമല്ലോ. അങ്ങനെ അച്ഛൻ്റെ ഒപ്പം സഞ്ചി സാധനങ്ങളൊക്കെ എടുത്തിട്ട്, ബൈബിൾ എടുത്തിട്ട്, ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ മംഗൾഡാം പള്ളിയിൽ ചെന്നു. അങ്ങനെ ജീവിതത്തിന് ആദ്യമായിട്ട് ധ്യാന ടീമിൻ്റെ ഒപ്പം ഇങ്ങനെ പോവാണ്. അങ്ങനെ മംഗൾഡാം പള്ളിയിൽ ചെന്ന് അച്ഛൻ പരിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ സൈഡിൽ നിന്ന് ഇങ്ങനെ ശുശ്രൂഷയായിട്ട് കുർബാനയ്ക്ക് കൂടി. അതിന് തോന്നുന്ന ടോമി എന്ന് പറയുന്ന സഹോദരൻ ഗാനശുശ്രൂഷ നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഇവിടെ ബ്രദർ ആദ്യത്തെ വചനപ്രഘോഷണം നടത്തണമെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ ചങ്കിക്കൂടി ഇടുത്തി പാളി. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ ദൈവത്തിന് മുമ്പിൽ വചനം പ്രഘോഷിച്ചിട്ടില്ല, ഒരു വിഷയവും കയ്യിലില്ല. എന്താണ് പറയണത്? വടായച്ചൻ ശരിക്കും പറഞ്ഞു, അത് ബ്രദർ നടത്തണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇത് ശരിക്കും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് തന്നെയാണോ? അച്ഛൻ പറഞ്ഞു, അതെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ശരിക്കും കണ്ണിൽ കൂടി ഇരുട്ട് കയറണം, കണ്ണിൽ കൂടെ വെള്ളം വരണം, ആകെ വിഷമമായി. അന്ന് അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഞാൻ എന്താണ് പറയേണ്ടത്? ഉടനെ ബഹുമാനപ്പെട്ട അച്ഛൻ ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയാവോ? ഇവിടെ ബ്രദർ പ്രഘോഷിക്കേണ്ട വചനം ഇതാണ്: അനുഗ്രഹങ്ങളിൽ മതിമറന്ന് ദൈവത്തെ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 വർഷങ്ങൾക്ക് മുമ്പ് ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ഒരു വിഷയം വെളിപ്പെടുത്തി തന്നത് 3 വർഷങ്ങൾക്കപ്പുറത്ത് മംഗൾഡാം എന്ന പള്ളിയിൽ ദൈവജനത്തോട് പ്രഘോഷിക്കാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ വചനം അന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നത്. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ആത്മീയ സത്യം മനസ്സിലാക്കുക. ഏത് വചനപ്രഘോഷണ വേദികളിലും, ഏത് ഇടവക ധ്യാനത്തിലും, ഏത് വചന ശുശ്രൂഷയിലും പ്രഘോഷിപ്പിക്കപ്പെടുന്ന വചനത്തിന്റെ പിന്നിൽ അത് ധ്യാനിപ്പിക്കുന്ന ആൾക്കാർ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്നതല്ല, മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു ഇടപെടൽ അതിന് പുറകിലുണ്ട്. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, നീ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കണം. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. എന്നിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധാപൂർവം ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ സൗഖ്യത്തിന്റെ അനുഭവങ്ങൾ ലഭിക്കും. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സൗഖ്യത്തിന്റെ അനുഭവം ലഭിക്കാൻ കാരണം? അത് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ജീവൻ നൽകുന്നതാണ് ദൈവത്തിന്റെ വചനം. നിയമാവർത്തന പുസ്തകം അതിന്റെ 32-ാമത്തെ അധ്യായത്തിൽ 46 മുതൽ തിരുവചനങ്ങൾ. നിയമാവർത്തന പുസ്തകം 32-46. അവിടെ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: ഈ പറയുന്ന വചനങ്ങൾ മുഴുവൻ നിങ്ങളുടെ മക്കളോട് പറയുന്നതിന് വേണ്ടി നിങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. കാരണം ഇത് നിസ്സാരമായ കാര്യമല്ല, മറിച്ച് ഇത് നിങ്ങളുടെ ജീവനാണ്. പ്രൈസ് ദി ലോർഡ്. വചനം ജീവൻ നൽകുന്നതാണ്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ അതിന് 31-ാമത്തെ തിരുവചനം. യോഹന്നാൻ തന്റെ സുവിശേഷം എന്തിനു എഴുതിയെന്നാണ് രേഖപ്പെടുത്തുന്നത്? ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നിങ്ങൾ അറിയുകയും അങ്ങനെ അറിയുക വഴി നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. വചനവർഷത്തിൽ ഈ വർഷം വചനവർഷമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുമ്പോൾ അതിന്റെ കലണ്ടറിൽ അടിച്ചിരിക്കുന്ന വാക്യം നമുക്കറിയാം. യോഹന്നാൻ 6:63 ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു: ദൈവത്തിന്റെ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അപ്പോൾ വചനത്തിന്റെ പ്രത്യേകത, വചനം ജീവൻ നൽകുന്നതാണ്. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധാപൂർവ്വം ദൈവത്തിന്റെ വചനം ശ്രവിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഏതൊക്കെ മേഖലകളാണ് ജീവൻ ലഭിക്കുന്നത്? അതാണ് ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്: യേശു തന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് സമയമായി കഴിഞ്ഞപ്പോൾ അവിടുന്ന് സിനഗോഗിൽ എഴുന്നേറ്റ് നിന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശു വായിച്ചു തിരുവചനഭാഗം ഇപ്രകാരമാണ്. എന്താണത്? കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരുടെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. തുടർന്ന് ചില കാര്യങ്ങൾ രേഖപ്പെടുന്നുണ്ട്. അതിതാണ്: അന്തർക്ക്, അവർക്ക് പറയാം, അന്തർക്ക്, അടിച്ചമർത്തപ്പെട്ടവർക്ക്, ബന്ധിതർക്ക് കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അന്തർക്ക് കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? അന്തർക്ക് കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരീരത്തിൽ സൗഖ്യം ലഭിക്കും. ഹല്ലേലൂയ. അപ്പോൾ വചനം ശ്രമിക്കുമ്പോൾ ഏതൊക്കെ മേഖലയിലാണ് സൗഖ്യം ലഭിക്കുന്നത്? ഒന്ന്, ശരീരത്തിൽ സൗഖ്യം ലഭിക്കും. ഹല്ലേലൂയ. പിന്നെ എന്താണ്? ബന്ധിതർക്ക് മോചനം. എന്താണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ധ്യാനം ബന്ധനം. എന്താണ് ബന്ധനം? ഹല്ലേലൂയ. ബന്ധനം എന്ന് പറയുന്നത് ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന പാപമാണ് ബന്ധനം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം ശ്രമിക്കുമ്പോൾ 2-ാമത്തെ മേഖലയിൽ നമുക്ക് സൗഖ്യം ലഭിക്കുന്നത് ആത്മാവിന്റെ പാപബന്ധനങ്ങളുടെ കെട്ടുകൾ അഴിയും.
ഹല്ലേലൂയ. അപ്പോൾ വചനം ശ്രമിക്കുമ്പോൾ, സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രമിക്കുമ്പോൾ, ഒന്ന് എവിടെ സൗഖ്യം ലഭിക്കും? ശരീരത്തിൽ സൗഖ്യം ലഭിക്കും. രണ്ട്, ആത്മാവിൽ സൗഖ്യം ലഭിക്കും. മൂന്നാമത്തേതാണ് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. എന്താണ് അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നത്? കൃത്യം കൃത്യം പറഞ്ഞു. അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നത് മനസ്സാണ്. നിന്റെ മനസ്സിൽ സൗഖ്യം ലഭിക്കും. അതിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവ പൈതൽ ശ്രദ്ധയോടെ ദൈവത്തിന്റെ വചനം ശ്രമിച്ച് അതനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ 3 മേഖലകളിൽ സൗഖ്യം ലഭിക്കും. 3 മേഖലകൾ ജീവൻ ലഭിക്കും. വചനം ജീവൻ നൽകുന്നതായതുകൊണ്ട് 3 മേഖലകൾ സൗഖ്യം ലഭിക്കും. ഒന്ന്, ശരീരത്തിൽ ജീവൻ ലഭിക്കും. 2, മനസ്സിൽ ജീവൻ ലഭിക്കും. 3, നിന്റെ ആത്മാവിൽ ജീവൻ ലഭിക്കും. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രകടമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ശരീരത്തിന്റെ സൗഖ്യമാണ്, അല്ലെ? പ്രകടമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ശരീരത്തിന്റെ സൗഖ്യമാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിൽ ആ ലെവലിൽ കൂടുതൽ ആത്മാവിലും മനസ്സിലും കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പാലക്കാട് സെയ്യോൺ ടീം പാലക്കാട് കത്തീഡ്രൽ പള്ളിയിൽ ഒരു ജാഗരണ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം, ആ ജാഗരണ പ്രാർത്ഥന നടുവിൽ ഈ സെയ്യോൻ ധ്യാനത്തിന് ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട സോജി ഓലിക്കൽ എന്ന് പറയുന്ന അച്ഛൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ അന്ന് പ്രഘോഷിച്ചത് ദൈവം വെറുക്കുന്ന 7 കാര്യങ്ങളെ കുറിച്ച് അച്ഛൻ പ്രഘോഷിക്കുകയാണ്. ദൈവം വെറുക്കുന്ന 7 കാര്യങ്ങൾ. അത് സുഭാഷിത പുസ്തകത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ കുറ്റം പറയുന്ന നാവ്, നുണ പറയുന്ന സ്വഭാവം, അശുദ്ധി പറയുന്ന കാര്യങ്ങൾ, അങ്ങനെ നാവിന്റെ ദുരുപയോഗത്തെ കുറിച്ച് അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഒരു സഹോദരി അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. കണ്ണുനീർ വാർത്ത ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പ്രസംഗത്തിലേക്ക് ശ്രദ്ധിച്ചു. തുടർന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സഹോദരി ശരിക്കും വാവിട്ട് ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ട്. കുർബാനയ്ക്ക് ഇടയ്ക്ക് നിലവിളിച്ച് കരയുന്നുണ്ട്. തുടർന്ന് പ്രിയപ്പെട്ട സഹോദരൻ ശുശ്രൂഷ അവസാനിച്ചു, ജാഗരണ പ്രാർത്ഥന അവസാനിച്ചു. പിറ്റേ ജാഗരണ പ്രാർത്ഥനയ്ക്ക് ഈ സഹോദരി സാക്ഷ്യം പറയാനായിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ മനസ്സിലുണ്ട്, കഴിഞ്ഞ ദാനത്തിന്റെ സമയത്ത് ശരിക്കും വരുന്ന കരഞ്ഞ സഹോദരി ആയതുകൊണ്ട് ആ സ്ത്രീയുടെ ചിത്രം മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഈ സഹോദരി അവിടെ കയറുന്ന സാക്ഷ്യം പറഞ്ഞ കാര്യം ഇതാണ്: ഞാൻ കഴിഞ്ഞ ജാഗരണ പ്രാർത്ഥന ഇവിടെ വന്നിരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവം വെറുക്കുന്ന 7 കാര്യങ്ങളെ കുറിച്ച് അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം അച്ഛൻ എന്റെ മുഖത്ത് നോക്കി പറയുന്നതായിട്ട് എനിക്ക് തോന്നി. ഹല്ലേലൂയ. ദൈവം വെറുക്കുന്ന 7 കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ നാവിന്റെ ദുരുപയോഗം, ആ 7 തിന്മകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ജീവിതത്തിന് ആദ്യമായിട്ട് ഒരു പാപബോധം ലഭിച്ചു. എവിടെ തൊട്ടു? മനസ്സിന്റെ ആത്മാവിന്റെ ബന്ധനമായ പാപത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പ്രവർത്തിക്കാൻ തുടങ്ങി. എന്തോ കിട്ടി? പാപബോധം കിട്ടി, പശ്ചാത്താപം നിറഞ്ഞു, കരയാൻ ആരംഭിച്ചു. തുടർന്ന് ഈ സഹോദരി എഴുന്നേറ്റ് പോയി വേഗം പോയി കുമ്പസാരിച്ച ശേഷം പരിശുദ്ധ കുർബാനയ്ക്ക് വന്ന സമയത്ത് ഈ സഹോദരി പാപം ക്ഷമിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. തുടർന്ന് പ്രിയ സഹോദരങ്ങളെ, ഈ സഹോദരി സംഭവിച്ച ഒരു അത്ഭുതം, ഈ സഹോദരന്റെ ശരീരത്തിന്റെ ഈ പുറകിലെ ഈ ഭാഗത്തായിട്ട് വലിയൊരു മാംസമുണ്ടാവും, വലിയൊരു മുഴയുണ്ടായിരുന്നു ഈ സഹോദരി ശരീരത്തിൽ. അപ്പോൾ ഈ സഹോദരി ചെയ്തിരുന്ന കാര്യം, മറ്റുള്ളവർ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ ലൂസുള്ള എന്ന് പറഞ്ഞാൽ പോലെ അയഞ്ഞ വസ്ത്രങ്ങൾ ഇട്ടാണ് ഈ സഹോദരി വന്നുകൊണ്ടിരുന്നത്. ഈ സഹോദരി ധ്യാനം കേട്ട് നാവിന്റെ ദുരുപയോഗത്തെ കുറിച്ച് അനുദപിച്ച് പ്രാർത്ഥിച്ച് ഈ സഹോദരി കരഞ്ഞ് ബലിയർപ്പിച്ച് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരീരത്തിൽ ഒരു മുഴ പോയിട്ട്, ഈ പുറഭാഗത്ത് മുഴ പോയിട്ട് ഒരു മുഴയുടെ പാട് പോലും ആ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. സ്വരമൃതി ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ബന്ധനമായ പാപത്തിന്റെ കെട്ടുകൾ അഴിയുമ്പോൾ ശരീരത്തിലും മനസ്സിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ വചനങ്ങൾ എന്ന് പറയുന്നത് ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ. അത് യാക്കോബ് 1:22 വചനം നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർക്കാം. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവർ കൂടി ആയിരിക്കുമേ. അപ്പോൾ ഇന്ന് ധ്യാനകേന്ദ്രത്തിൽ വന്ന് ധാരാളം സ്ഥലത്ത് കാസർഗോഡ് നിന്ന് അല്ലെങ്കിൽ തൊടുപുഴയിൽ നിന്ന് കട്ടപ്പനയിൽ നിന്ന് ധാരാളം യാത്ര ചെയ്ത്, അല്ലെ അട്ടപ്പാടിയിൽ അങ്ങ് മലമുകളിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടുന്ന് വചനം കേൾക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം നമ്മൾ ശ്രദ്ധയോടെ ശ്രമിച്ചു. മദ്യപാനത്തെ കുറിച്ച്, ടോക്കിനെ കുറിച്ച് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു. നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തു. കണ്ണുകൾ ഉയർത്തി നോക്കാൻ തീരുമാനമെടുത്തു. വചനം കേട്ട് അനുദപിക്കാൻ തീരുമാനമെടുത്തു. അതുകൊണ്ട് മാത്രം കാര്യമില്ല. രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിതാണ്, ഈ കൽപ്പനകൾ നിങ്ങൾ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും അതിനോടൊപ്പം തന്നെ ഇത് പാലിക്കുകയും ചെയ്യുമ്പോൾ റാഫ യഹോവ, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ഒരനർത്ഥവും നിന്റെ ജീവിതത്തിൽ വരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. പറയപ്പെട്ട സഹോദരങ്ങളെ, മാനന്തവാടി ഭാഗത്ത് സെയ്യോൺ ടീം ഒരിക്കലും ധ്യാനം നടത്താൻ പോയി പോർക്കാണ്. ആ മാനന്തവാടി ഭാഗത്ത് ഒരു ഇടവകയിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ഒരു വർഷത്തിൽ 8-9 ആൾക്കാർ ആത്മഹത്യ ചെയ്യും.
ഇത് ഒരു ഇടവകയിലാണ് സംഭവിക്കുന്നത്. 8-9 ആൾക്കാർ ആത്മഹത്യ എല്ലാ വർഷങ്ങളിലും. അവരെ ധ്യാനത്തിന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞ കാര്യത്തായിരുന്നു, ഈ പ്രദേശത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആത്മഹത്യയുടെ ദുരാത്മാവാണ് ഇവിടെ താവളം അടിച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ സയ്യോന്റെയും ബഹുമാനപ്പെട്ട വട്ടായച്ചനിൽ നിന്ന് ആശീർവാദം മേടിച്ച് ഞങ്ങൾ ഇവിടെ ധ്യാനിപ്പിക്കാനായിട്ട് ചെന്നു. ധ്യാന ദിവസങ്ങളിൽ ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചു, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു, ആത്മഹത്യയുടെ ദുരാത്മാവിനെ ശാസിച്ച് പ്രാർത്ഥിച്ചു. അവർ ദൈവസന്നിധിയിൽ അനുദപിച്ച് കുമ്പസാരിച്ചു, ദൈവത്തിന് വചനം ശ്രമിച്ചു. ഈ കഴിഞ്ഞ ദിവസം ആ ഇടവകയിൽ നിന്ന് അവിടുത്തെ സിസ്റ്റർ ഫോൺ വിളിച്ച് പറഞ്ഞു, ധ്യാനം കഴിഞ്ഞതിന് ശേഷം ഇടവകാർത്തിക്കുള്ളിൽ ഒരാൾ പോലും ആത്മഹത്യ ചെയ്തിട്ടില്ല. ഹല്ലേലൂയ, ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അതിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്കും ദൈവത്തിന്റെ വചനം കേട്ട് അതിനനുസരിച്ച് പ്രവൃത്തികളിൽ വ്യത്യാസം വരുത്തുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജീവിതങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടയ്ക്കാം. ദൈവസന്നിധിയിൽ കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഒരു നിമിഷം കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ ജീവിതം ഒന്ന് വിലയിരുത്തി ചിന്തിക്കുക. പ്രിയപ്പെട്ട ദൈവ പൈതലേ, പുറപ്പാട് 15:26 ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം, വചനം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കണം. എന്നിട്ടോ ആ ശ്രവിച്ച വചനത്തിനനുസരിച്ച് നിന്റെ ജീവിതത്തിൽ പ്രവൃത്തികളിൽ വ്യത്യാസങ്ങൾ വരുത്തണം. അപ്പോൾ ഈജിപ്തുകാരൻ മേൽ വരുത്തി ഒരനർത്ഥവും നിന്റെ ജീവിതത്തിൽ പ്രവേശിക്കുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. റാഫ യഹോവ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവപൈതൽ, ചില തീരുമാനങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് ദൈവത്തിന്റെ വചനം ഓർക്കാം. കേട്ട വചനത്തിനനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തികൾ വ്യത്യാസങ്ങൾ വരുത്തണം. ചില തിന്മകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. നീ തീരുമാനമെടുക്കുക. നിന്റെ മനസ്സിൽ സൗഖ്യം ലഭിക്കും, നിന്റെ ശരീരത്തിൽ സൗഖ്യം ലഭിക്കും, നിന്റെ ആത്മാവിൽ സൗഖ്യം ലഭിക്കും. ആത്മാവിന്റെ ബന്ധനമായ പാപത്തിന്റെ കെട്ടുകൾ അഴിയും. മനസ്സിന്റെ പലതരത്തിൽ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന കുറ്റബോധത്തിന്റെ, ഭയത്തിന്റെ, നിരാശയുടെ കെട്ടുകൾ യേശു അഴിച്ചു നിർവീര്യമാക്കും. പ്രിയപ്പെട്ട ദൈവപൈതലേ, നീ അങ്ങനെ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കാലങ്ങളായിട്ടുള്ള രോഗത്തിന്റെ കെട്ടുകൾ നിന്റെ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞ് നിർവീര്യമായി പോകും. നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, തീരുമാനങ്ങൾ എടുക്കുക. എന്തെങ്കിലും തരത്തിലുള്ള പാപത്തിന്റെ തഴക്കദോഷങ്ങൾ, ദുശ്ശീലങ്ങൾ പിടിയിലിടങ്ങൾ തീരുമാനമെടുക്കുക. പ്രവൃത്തികൾ വ്യത്യാസം വരുന്ന തീരുമാനമെടുക്കുക. ഇരു കാര്യങ്ങളും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന വചനം സൗഖ്യം നൽകുന്നതാണ്. വചനം ജീവൻ നൽകുന്നതാണ്. ജീവൻ നൽകുന്ന വചനത്തിന്റെ ശക്തമായ അഭിഷേകം ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്വരം, ദൈവത്തിന്റെ വചനം ഓരോ ധ്യാനത്തിലും കേൾക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് മുന്നിൽ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കി സ്വരം ശ്രവിക്കാൻ തീരുമാനമെടുത്ത് വചനത്തിനനുസരിച്ച് ജീവിതത്തിൽ വ്യത്യാസം വരുന്ന തീരുമാനമെടുത്ത് സുഖപ്പെടുന്ന കർത്താവിന്റെ സൗഖ്യം അനുഭവിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് ഒരിക്കൽ കൂടി കാര്യങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ 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 യേശുവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരം ഉയരട്ടെ, അതിരം തുറക്കട്ടെ, മനസ്സ് തുറക്കട്ടെ, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. വചനമേ എൻ്റെ മിഴികളിൽ വഴിവിളക്കായി തെളിയ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. വചനമേ എന്റെ മിഴികളിൽ വഴിവിളക്കായി തെളിയണമേ. വചനമേ എൻ്റെ മിഴികളിൽ വഴിവിളക്കായി തെളിയ. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. വചനമേ എന്റെ മിഴികളിൽ വചനത്തിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനമേ എൻ്റെ മിഴികളിൽ വഴിവിളക്കായി. റാഫ യഹോവ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പ്രാർത്ഥിക്കട്ടെ. വചനമേ എൻ്റെ മിഴികളിൽ വഴിവിളക്കായി തെളിയണേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. എല്ലാ ജീവിതങ്ങളെയും ദൈവമേ സ്പർശിക്കണമേ. ഓരോരുത്തരുടെയും അന്തരംഗങ്ങളെ കർത്താവേ ഇപ്പോൾ സ്പർശിക്കണമേ. കർത്താവേ, അത്ഭുതകരമായ അവിടുന്ന് ഇപ്പോൾ സൗഖ്യങ്ങൾ നൽകണമേ. കർത്താവേ, കൃപയോടെ ഇടപെടണമേ. കർത്താവേ,
ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ സ്തോത്രം സ്തോത്രം യേശുവേ നന്ദി യേശുവേ സ്തോത്രം.